എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്ന നല്ലൊരു ഫിഷ് ഫ്രൈ ആണ്. നമ്മളതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അരയ്ക്കാൻ പോകണ്ട. അതിനായിട്ട് മുളക് പൊടി അത് നമുക്ക് എരി അനുസരിച്ചിടാം, കറിവേപ്പിലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി അല്പം, പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അരയ്ക്കാൻ പോകണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കറിവേപ്പില പൗഡർ എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ. കറിവേപ്പില തണ്ടോടുകൂടെ തന്നെ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണങ്ങിയാൽ കൈകൊണ്ട് നമുക്ക് പൊടിക്കാവുന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ച് ചേർക്കരുത്. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കഴുകി തുവർത്തി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ടെടുത്ത് അതിൽ പുരട്ടി വെച്ചാൽ മതി. നമ്മൾ ഈ മസാലയ്ക്കകത്ത് വെള്ളം ഒഴിച്ചാലുണ്ടല്ലോ ഈ മീനിൽ ഇതുപോലെ പിടിക്കത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കും. അതുപോലെ തന്നെ മീനകത്തുള്ള വെള്ളം ആ പൊടിയെ അതിലേക്ക് അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വറക്കുമ്പോഴും വിട്ടുപോകത്തില്ല. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇതെല്ലാം നമുക്ക് അങ്ങനെ ഒന്ന് പുരട്ടി വയ്ക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ റിസീവ് ചെയ്യും എന്നും ഉറപ്പ് വരുത്താനും മറന്നു പോകരുത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മസാല പുരട്ടി എന്നിട്ട് നമുക്ക് ഇതൊരു ശകലം നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ മതി. അതിനുശേഷം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്യാം. ഒരുപാട് എണ്ണ അങ്ങ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, തിരിച്ചിട്ടാൽ മതി. പക്ഷെങ്കിൽ ഒരു സൈഡ് ഫുള്ള് വറുത്ത് കഴിഞ്ഞിട്ടല്ല തിരിച്ചിടേണ്ടത്. ഒരു പകുതി വേവാകുമ്പോൾ ഒന്ന് തിരിച്ചിടണം. അത് കഴിഞ്ഞിട്ട് അതും ഒരു പകുതി വേവാകുമ്പോൾ ഒന്നുകൂടെ തിരിച്ചിടണം. അങ്ങനെ ഒരു 2 പ്രാവശ്യം തിരിച്ചും മറിച്ച് വിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കറിവേപ്പില അതിനകത്തിട്ടാൽ മീൻ വറക്കുന്നതിൻ്റെ മണമൊന്ന് കുറച്ച് കുറയും. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. വളരെ ഈസിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കാനൊക്കെ പോകണ്ടേ. ഈ കറിവേപ്പിലപ്പൊടി ഉണ്ടല്ലോ, ഒരു മാജിക്കൽ സംഭവമാണ് കേട്ടോ. നിങ്ങളൊന്ന് ചേർത്ത് ചെയ്ത് നോക്കണേ. അങ്ങനെ നമുക്കിഷ്ടമുള്ള പോലെ ക്രിസ്പി ആയിട്ട് നമുക്കത് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും വയ്ക്കുക, അല്ലെങ്കിൽ അരപ്പ് കരിഞ്ഞു പോകും. അപ്പോൾ വേണ്ട, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനെ എടുത്ത് വെക്കുമ്പോൾ നമ്മളൊരു കിച്ചൺ ടൗൽ ആദ്യമേ വെക്കണം. അപ്പോൾ എണ്ണയെല്ലാം അതങ്ങ് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ അതിൻ്റെ ബാക്കി എണ്ണ നമ്മൾ കഴിച്ചാൽ മതിയല്ലോ. ഒരു കിച്ചൺ ടൗല് ക്ലീനായിട്ടുള്ള ടിഷ്യൂ ഇല്ലേ, അതുമേലെ വെച്ചതിന് ശേഷം ആ എണ്ണയെല്ലാം തോർത്തി കളഞ്ഞതിന് ശേഷം മാത്രം നമുക്കത് സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് വെച്ചാൽ മതി. അതിൻ്റെ കൂടെ ഒരു സവാളയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.